MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മൊബൈൽ റെഡ്മി നോട്ട് 5 Pro ആണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിലൊരു പ്രോബ്ലം വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് ഗൂഗിൾ ഹാസ് ബീൻ സ്റ്റോപ്പ്ഡ് അല്ലെങ്കിൽ അതേ രീതിയിലുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സ്റ്റോപ്പ്ഡ് എന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ മൊബൈൽ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന്. അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ സാധാരണ ഒരു പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഏതെങ്കിലും അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. അത് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ട ഏക ഒരു ഓപ്ഷൻ, ഇപ്പോൾ എൻ്റെ മൊബൈൽ വന്നിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഞാൻ എൻ്റെ മൊബൈൽ ക്ലിയർ ചെയ്തിരിക്കുന്നത് ഞാൻ റെഡ്മിയുടെ മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റെഡ്മിയുടെ മൊബൈൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പ് സെറ്റിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ് മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മുകളിലായി സെർച്ചിങ് ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനാണ് എറർ എന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷനാണ് സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നത് അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എൻ്റെ മൊബൈൽ സ്റ്റോപ്പ് എന്ന് കാണിക്കുന്നത് ഗൂഗിൾ എററാണ്, അതായത് ഗൂഗിളാണ്. ഞാനിവിടെ ഗൂഗിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലായി തന്നെ കാണാം ഗൂഗിൾ എന്നും. നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം ക്ലിയർ ഡാറ്റ എന്ന്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് മാനേജ് സ്പേസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാം ക്ലിയർ ഡാറ്റ എന്നും. ഞാനിപ്പോൾ ഓൾറെഡി ക്ലിയർ ചെയ്തത് കൊണ്ടാണ് ഇവിടെ 1.74 MB എന്ന് കാണിക്കുന്നത്. അതിലും കൂടുതലായിരുന്നു ഞാൻ മുമ്പ് ക്ലിയർ ചെയ്ത സമയത്ത്. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഡിസേബിൾ എന്ന് കാണുന്ന സ്ഥലത്ത് അപ്ഡേറ്റ് അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം, അതായത് മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു പ്രോബ്ലമാണിത്. ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ആഡ്സ് ബീൻ സ്റ്റോപ്പ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആപ്പ് മാനേജറിൽ പോയി യൂട്യൂബ് ഹാസ് ബീൻ സ്റ്റോപ്പ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ യൂട്യൂബ് എന്ന് മാത്രം സെർച്ച് ചെയ്ത് യൂട്യൂബ് എടുത്ത് അതിലെ ഡാറ്റാസ് ക്ലിയർ ചെയ്ത് അതിൻ്റെ അപ്ഡേറ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഏതൊരു ആപ്ലിക്കേഷനും ഗൂഗിളിൻ്റെതായിക്കോട്ടെ അല്ലാതെ നിങ്ങളുടെ സിസ്റ്റമിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ്റെതായിക്കോട്ടെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഏതൊരു ആപ്ലിക്കേഷൻ്റെതാണോ ഹാസ് ബീൻ സ്റ്റോപ്പ്ഡ് എന്ന് കാണിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഒന്ന് മുകളിലായി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.